ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഫാർമ ഫ്രണ്ട്. നാം നിത്യേന കഴിക്കുന്ന മരുന്നുകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, പാർശ്വഫലങ്ങൾ, കഴിക്കേണ്ട രീതികൾ തുടങ്ങി മരുന്നുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് ഫാർമടെക്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് പാരസിറ്റാമോൾ എന്ന മരുന്നിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുന്നത് മെഫ്റ്റാൽ എന്ന ബ്രാൻഡ് നാമത്തിൽ ലഭിക്കുന്ന മെഫെനമിക് ആസിഡ് എന്ന മരുന്നിനെക്കുറിച്ചാണ്. മെഫ്റ്റാൽ ടാബ്ലറ്റായും സിറപ്പായും ലഭിക്കുന്നു. ഇത് പല സ്ട്രെങ്തിൽ അവൈലബിളാണ്. മെഫ്റ്റാൽ 500 മില്ലിഗ്രാം, 250 മില്ലിഗ്രാം, അതുപോലെ തന്നെ സിറപ്പ് 50 മില്ലിഗ്രാം, 100 മില്ലിഗ്രാം എന്നിങ്ങനെ പല അളവുകൾ നമുക്ക് ലഭിക്കും. പാരസിറ്റാമോൾ പോലെ തന്നെ ഇതും ഒരു നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന വിഭാഗത്തിൽ വരുന്ന മരുന്നാണ്. മെഫെനമിക് ആസിഡ് എന്ന മരുന്ന് ആന്ത്രാ അനിലിക് ആസിഡ് എന്ന മരുന്നിൻ്റെ വകഭേദത്തിൽ വരുന്നതാണ്. ഇതിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് നോക്കാം. മുതിർന്നവരിൽ സാധാരണയായി ഇത് 500 മില്ലിഗ്രാം മരുന്ന് പരമാവധി 2 നേരമോ അല്ലെങ്കിൽ 3 നേരമോ നൽകാറുണ്ട്. എന്നാൽ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് മെഫ്റ്റാൽ എന്ന മരുന്ന് നൽകാനേ പാടില്ല. മാത്രമല്ല, കുട്ടികൾക്ക് പാരസിറ്റാമോൾ എന്ന് തന്നെ മരുന്ന് തന്നെയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് ഓരോ കിലോഗ്രാം ശരീരഭാരത്തിനും 25 മില്ലിഗ്രാം മരുന്ന് എന്ന അളവിൽ ഭാഗിച്ച് നൽകണം. അതായത് 10 കിലോഗ്രാം ഭാരമുള്ള ഒരു കുഞ്ഞിന് 250 മില്ലിഗ്രാം മരുന്ന് ഒരു ദിവസം ഭാഗിച്ച് നൽകുന്നതാണ് ഉത്തമം. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. മെഫെനമിക് ആസിഡ് എപ്പോഴും ആഹാരത്തിന് ശേഷം മാത്രമേ കഴിക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ അസിഡിറ്റി വർദ്ധിപ്പിക്കാൻ അത് കാരണമായേക്കും. മെഫ്റ്റാൽ കരളിൽ പ്രവർത്തിച്ച് ഏകദേശം 12 മണിക്കൂറോളവും ഈ മരുന്നിൻ്റെ ഗുണം ശരീരത്തിൽ നിലനിൽക്കുന്നു. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി വേദന സംഹാരിയായാണ് ഈ മരുന്ന് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഡിസ്മനോറിയ അഥവാ മെൻസ്ട്രൽ പെയിൻ അല്ലെങ്കിൽ ആർത്തവ വേദനയ്ക്ക് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മരുന്നാണ് മെഫ്റ്റാൽ. അസ്ഥി പേശിവേദനകൾക്കും ഈ മരുന്ന് സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. മുതിർന്നവരിൽ ശക്തമായ പനിയുള്ള അവസ്ഥകളിൽ ശരീരോഷ്മാവ് കുറയ്ക്കാൻ ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കുട്ടികളിൽ ശക്തമായ പനിക്ക് ഈ മരുന്ന് കൊടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത് കുട്ടികളിൽ ഹേമച്ചൂറിയ അഥവാ മൂത്രത്തിൽ രക്തമയം കാണാൻ സാധ്യതയുണ്ട്. അതായത് ലോകാരോഗ്യ സംഘടന കുട്ടികളിൽ പനി ചികിത്സയ്ക്ക് മെഫ്റ്റാൽ കൊടുക്കുന്നത് വിലക്കിയിട്ടുണ്ട്. കുട്ടികളിൽ നല്ല പനി വരുമ്പോൾ ചില ക്ലിനിക്കുകളിൽ ഡോക്ടർമാർ കുട്ടികൾക്ക് മെഫ്റ്റാൽ സിറപ്പ് കൊടുക്കുന്നത് കാണാറുണ്ട്. പാരസിറ്റാമോൾ സപ്പോസിറ്ററിയോ അല്ലെങ്കിൽ സിറപ്പോ ആണ് അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും ഉചിതം. കാരണം കുട്ടികളുടെ റീനൽ ഫങ്ഷൻ അത് തകരാറിലാക്കിയേക്കാം. കുട്ടികൾക്ക് പനി കുറയ്ക്കുന്ന അവസരങ്ങളിലാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സാധാരണ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടായേക്കാം. അത് ഒഴിവാക്കാനായി സാധാരണ ഈ മരുന്ന് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഏതെങ്കിലും ഗ്യാസിൻ്റെ ഒരു മരുന്ന് കഴിക്കും. അതായത് ഒമിപ്രസോളോ, പാൻഡോപ്രസോളോ, റാൻഡോക്കോ തുടങ്ങിയ കഴിക്കുന്നത് നല്ലതാണ്. ഈ വിഭാഗത്തിൽ വരുന്ന മറ്റു മരുന്നുകളേക്കാൾ കൂടുതൽ വയറിളക്ക സാധ്യത ഉണ്ടാക്കാൻ ഇടയുണ്ട്. വയറിനുള്ളിൽ ഒരു അസ്വസ്ഥതയും കൂടുതൽ കാലം കഴിച്ചാൽ അൾസർ വരെ ഉണ്ടാക്കിയേക്കാനും സാധ്യതയുണ്ട്. ഇനി ഗുരുതരമായ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആമാശയ അന്നനാള രക്തസ്രാവം ഉണ്ടാകാം. മാത്രവുമല്ല, അധിക ഡോസ് മൂലം വൃക്കകളുടെ പ്രവർത്തനവും തകരാറിലാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വൈറൽ പനി വരുന്ന സമയത്ത് ഈ മരുന്നിൻ്റെ ഉപയോഗം പാടില്ല. ചിക്കൻ പോക്സ് അവസ്ഥയിലും ഈ മരുന്ന് ഉപയോഗിക്കരുത്. കുട്ടികളിൽ പനി കൂടിയ അവസ്ഥയിൽ ഈ മരുന്ന് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. മരുന്ന് സൂക്ഷിക്കേണ്ട രീതി: സാധാരണയായി 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസിലാണ് സൂക്ഷിക്കേണ്ടത്. നേരിട്ട് വെയിലേൽക്കുന്നിടത്തോ ചൂട് തട്ടുന്നിടത്തോ ഈ മരുന്ന് വെക്കരുത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മരുന്നുകളെക്കുറിച്ച് ഉപകാരപ്രദമായ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി.